പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ടും ഒക്കെ പലപ്പോഴും നമ്മൾ സമൂഹത്തിൻ്റെ നടുവിൽ നമ്മൾ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കുന്ന ഒരുപാട് പേർ ഈ ദിവസങ്ങളിലുണ്ട്. യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ പിന്നെ അതേ ഉള്ളൂ. എന്തിൻ്റെ പേരില്ല ആരാധിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേർ. അതൊന്നുമല്ല, ഞാൻ നമ്മുടെ ചർച്ചിനകത്തും നമ്മുടെയൊക്കെ ദേശത്തും നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടും വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ടും ഒത്തിരി കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ കിടക്കുന്ന ഒരുപാട് പേര് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അവർക്കായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അവർക്കെന്നല്ല എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ വേഗത്തിലൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെട്ടെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. ദാനിയേൽ 3 അതിൻ്റെ 8-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് വായിക്കാം. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന യഹൂദന്മാരെ കുറ്റം ചുമത്തി. കരമുയർത്തിയിട്ടൊരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ് ഒരു വാക്യം കൂടെ ചേർത്ത് ഇപ്പോഴെങ്ങ് വായിച്ചേക്കാം, പിന്നീട് വായിക്കണ്ടല്ലോ. അതുകൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കാം. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവൻ്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. കരങ്ങളെ ഉയർത്തിയിട്ട് ഹല്ലേലൂയ. ഞാൻ ഈ ആദ്യം വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, യഹൂദന്മാരെ കൽദയർ വന്ന് കുറ്റം ചുമത്തി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന യഹൂദന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരെന്നറിയാമോ? 3 പേര് ബൈബിൾ പറയുന്നു. ഒന്ന് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണിത്. ഇവർ കൽദയരുടെ ദേശത്ത് ബാബിലോണിനകത്ത് പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം ഇങ്ങനെ പറയുന്നു, അവർ ചെറുപ്രായത്തിൽ യൗവനക്കാരായ കാലഘട്ടത്തിൽ തന്നെ എങ്ങോട്ട് പോയതാ? അവർ പ്രവാസിയായി പോയതാ. പക്ഷേ യൗവനത്തിൽ തന്നെ അവർ അകത്തു ചെന്നു എങ്കിലും ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇതിനകത്ത് അവർ പാർക്കുമ്പോൾ അവർക്കൊരു കാര്യം ഉറപ്പുണ്ടായി. അവർക്ക് ആരാധിക്കാൻ അവിടെ ചർച്ചില്ലേലും പ്രാർത്ഥിക്കാൻ അവിടെ ചർച്ചകളൊന്നുമില്ലേലും ഒരു കാര്യം അവർക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ദൈവം ഇറങ്ങി വരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സത്യം അറിയാമായിരുന്നു. ഞങ്ങൾ ആരാധിക്കുന്നൊരു ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളും ആ സത്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു പറയണം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എത്ര പേർക്കത് പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം. എൻ്റെ ദൈവം ജീവനുള്ള ദൈവം. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവം. ഇന്ന് പകലങ്ങനെ വിശ്വസിക്കുന്നവർ കരമടിച്ച് ആ ദൈവത്തിനൊന്നും മഹത്വം കൊടുക്കട്ടെ. യെസ്, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം. ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തിയുള്ള ദൈവം. ഓ ശൽമന ഋഗതന്ന ജലഘടക രക്ഷസ്കമന ഘടക എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഉറപ്പ് ആർക്കുണ്ടായിരുന്നു? 3 പേർക്കുണ്ടായിരുന്നു. ഇവരുടെ പ്രായം വലിയ വ്യക്തതയില്ലെങ്കിലും ഒരു 10, 18, 20, 22 ഈ പ്രായത്തിനകത്തൊക്കെ ഇവരെവിടെ ആയിരുന്നു? ഇവർ ബാബിലോണിനകത്ത്. ഒരു ദിവസം അവിടുത്തെ രാജാവ് ഇവർക്കൊരു ക്ഷണക്കത്ത് കൊടുത്തു. ആ ക്ഷണക്കത്ത് രാജാവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കാനാ. രാജാവിൻ്റെ അത്താഴമെന്ന് പറയുന്നത് രാജഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും രാജാവിൻ്റെ കുടിക്കുന്ന മദ്യവും എല്ലാം വിളമ്പുന്ന മേശമേല ഇവർക്കൊരു ക്ഷണം കിട്ടിയത്. പക്ഷെ ഈ 3 അവിടെ ഒരു ചെറുപ്പക്കാരനെ കൂടെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ. ദാനിയേലടക്കമുള്ള 4 പേരും കൂടെ രാജാവിനോട് പറയും, രാജാവേ, ഈ ക്ഷണക്കത്ത് ഞങ്ങൾ കീറിക്കളയുക, ഞങ്ങൾ ആ ഡിന്നറിന് വരുന്നില്ല, ഈ അത്താഴത്തിന് ഞങ്ങൾ വരുന്നില്ല. അപ്പം ചോദിച്ചു, എന്നതാ കാര്യം? ഇവർ പറഞ്ഞൊരു സത്യം പറയട്ടെ. ഇവർ പറഞ്ഞത് ഇങ്ങനെ, രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും രാജാവിൻ്റെ വീഞ്ഞു കൊണ്ടും ഞങ്ങളെ തന്നെ
തന്നെ അശുദ്ധനാക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, എന്താ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം? അവർക്കൊരു കാര്യം ഉറപ്പായി, ഞങ്ങളെ അശുദ്ധരാക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, ഇതിനകത്തിരിക്കുന്ന ദൈവജനമേ, ചിലതൊക്കെ നമ്മളും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാമെങ്കിൽ ആമേൻ, നമുക്ക് ഉയരത്തിൽ നിന്നൊരു ശക്തി ദൈവം നമ്മുടെ അകത്തിട്ട് തരാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഇവിടെ ചിലതൊക്കെ വേണ്ടെന്ന് പറയുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് വിലപിടിപ്പുള്ള ചിലത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യും. എത്ര പേർക്ക് ഞാൻ പറയുന്നു മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഇവിടെ ചിലതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും പറയാനുണ്ട്, ആമേൻ, ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കേണ്ട സമയമാണ്. 2024 ചിലതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ചിലത് കീറിക്കളയാൻ നിങ്ങൾ റെഡിയായെങ്കിൽ ഞാൻ പറയാം, രാജാവിന് തരാൻ കഴിയാത്തത് രാജാതി രാജാവ് നിങ്ങൾക്ക് കൈമാറുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ രാജാക്കന്മാർക്ക് തരാൻ കഴിയാത്തത് രാജാതി രാജാവ് നിനക്ക് വേണ്ടി തരുന്ന സീസൺ. ഓ ശൽമാന റഖലബ ശഖ. ആത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് അതിശക്തമായി പറയുന്നു, ഉന്നതന്മാർക്ക് തരാൻ കഴിയാത്തത്, രാജാവിൻ്റെ ഭോജനത്തിൽ നിന്ന് ലഭിക്കാത്തത്, പച്ചവെള്ളവും ശാഖപദാർത്ഥവും കുടിച്ച് ബൈബിൾ പറയുന്നു, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഉയരത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ ഇതിനകത്തും ചിലർക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽ കൈമാറുന്നു. ചിലതൊക്കെ ഭൗതികമായത് വേണ്ടെന്ന് വെക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യട്ടെ. യേശുവിൻ നാമത്താൽ ജയം. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ 3 പേരും കൂടെ എന്നാ ചെയ്തു? 3 പേരും കൂടെ 3 പേർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആമേൻ. ഇവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇവർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവൻ എവിടെയുണ്ടോ അവിടെ ചില പ്രതികൂലങ്ങളൊക്കെ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ പ്രതികൂലം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ ഇനി പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയെ തേടാൻ പിശാച് പല പ്രശ്നങ്ങളും കൊണ്ടിടുന്നില്ലേ? പലരും സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പലർക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്നാ കാര്യം? നീ പ്രാർത്ഥിച്ചാൽ അവിടുത്തെ അവസ്ഥ മാറുമെന്ന് പിശാചിനറിയാം. നീ ഇരുന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചാൽ ആ ദേശത്തിൻ്റെ അവസ്ഥ മാറുമെന്ന് പിശാചിനറിയാം. അതില്ലാണ്ടാക്കാനാ പലപ്പോഴും പിശാച് പരിശ്രമിക്കുന്നേ. ആമേൻ. ഇന്ന് പകൽ ഞാനും നിങ്ങളോട് പറയാം, ഈ 3 ചെറുപ്പക്കാർക്കിടയും ഒരു നല്ല ഗുണമുണ്ടായിരുന്നു, അവർ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്വാഭാവികമായി നമുക്കറിയാവുന്ന കാര്യമാണ്. ആമേൻ. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ 3 പേരും ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സാത്താൻ ഒരു കാര്യം വേണ്ടിയിട്ട്, ഇവർ ഇനിയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞങ്ങൾക്ക് ഈ ദേശം വിട്ടു പോകേണ്ടി വരും. കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് നീ പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നാൽ ആ പട്ടണത്തെ ചലിപ്പിക്കുന്നൊരു ശക്തി നീ പ്രാർത്ഥിക്കുന്നിടത്ത് വെളിപ്പെടും. ഉറപ്പായ കാര്യമാണ്. പട്ടണത്തെ ചലിപ്പിക്കുന്ന ഒരു പവർ നീ പ്രാർത്ഥിക്കുന്നിടത്ത് വെളിപ്പെടും. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, നിനക്കത് പിടികിട്ടില്ലെങ്കിലും പിശാചിനതറിയാം, ശത്രുവിനതറിയാം, ദേശാധിപതികൾക്കറിയാം. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയെ തടയുവാൻ വെല്ലുവിളിക്കുന്ന പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറി പോകട്ടെ. യേശുവിന്റെ നാമം ചെയ്യാം. ഞാൻ പറയട്ടെ, 3 പേരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രതി. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് യഹൂദന്മാരെ കുറ്റം ചുമത്തുകയാണ്. ആമേൻ. വേറെ ആരും കുറ്റം ചുമത്തിയില്ല. കുറ്റം ചുമത്തിയത് ആരെയാ? എൻ്റെ ഭാഷ പറഞ്ഞാൽ പ്രാർത്ഥിച്ചവരെയാണ്. ഇന്ന് ഈ ചർച്ചിനകത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർക്കണം,
ആമേൻ, നിന്റെ അകത്തൊരു ദൈവശക്തി ഉണ്ട്. അങ്ങനെ അങ്ങ് വിശ്വസിച്ചാൽ വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിന്റെ അകത്തെന്തോ ഒരു സ്പെഷ്യലായൊരു സാന്നിധ്യം ഉണ്ട്. നിന്റെ അകത്തെന്തോ ദൈവത്തിൻ്റെ ഒരു ഫേവർ വീണിട്ടുണ്ട്. ഇത് ആരൊക്കെയോ തിരിച്ചറിയുന്നുണ്ട്. പലരും നിന്നെ കുറ്റപ്പെടുത്തുന്നേ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, നിന്റെ അകത്ത് കിടക്കുന്ന ദൈവ സാന്നിധ്യം മുഖേന നീ എവിടെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും കുറ്റപ്പെടുത്തലുകളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആത്മാവ് നിന്നോട് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ സ്വർഗം അത് കാണുന്നുണ്ട്, ദൈവം അത് അറിയുന്നുണ്ട്. അതിന്റെ പ്രതിഫലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ സമയമായി. ഓ ശൽമന രഗദന ജലഘടക രക്ഷസ്കമന ഘടക യേശുവിന്റെ നാമത്താൽ ജയം. Yes, 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 yes. Lava baba shandana regal kamanagadaga. Vaishas braudi birigadaga regal kamanagadaga se. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ചിലർ ഒറ്റപ്പെടുത്തിയതും നിന്നെ ചിലർ കുറ്റപ്പെടുത്തിയതും വെറുതെയല്ല. ആമേൻ. നിന്റെ പ്രാർത്ഥനയെ ഒതുക്കാൻ നീ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചത് കൊണ്ട്, എവിടെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചൊന്നും മറുപടി പറയണ്ട. ആമേൻ. നിന്നെ വിധിച്ച വിധി, നിന്നെ പറഞ്ഞത് സ്വർഗം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനൊക്കെ ഒരു മറുപടി നിന്നിലൂടെ തന്നെ എന്റെ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഈ ഞായറാഴ്ചയുടെ പകലിൽ സ്വർഗം വിളിച്ചു പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര ദൈവമക്കൾ തയ്യാർ? ഓ രാമാശകേ Rimana Shakenia, Rival Podi Birigadaga, Atuna Rakshas Kamanagadaga, Eshuvindam Namatalchaya, in the Pagalil, a Magatum, Idinagata Chalikata. Now you receive the power. Laba Bashatini, Regal Kamanagadaga, Shaida Podi Birigadagasi, Atina Rakshas Kamanagadaga, Parishatma Vidinagata Marino, the Ivatin the Magatum Chelavectical Kuendi Velipadanbuhia, Amen, Kutapedita legal. യഹൂദന്മാരെ കുറ്റപ്പെടുത്തിയതിൻ്റെ ഒറ്റ കാരണം അവർ ദൈവത്തെ ആരാധിച്ചു. അവർ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിന്നു, യഹോവയ്ക്ക് വേണ്ടി നിന്നു. അതുകൊണ്ട് എന്നാ സംഭവിച്ചു? സമൂഹം കൽദയർ വന്നവനെ കുറ്റപ്പെടുത്തി. ഈ കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ കരഞ്ഞു കാണത്തില്ല ഇവര്? കരഞ്ഞു കാണും. ചെയ്യാത്ത കുറ്റത്തിന് അവരെ ക്രൂശിത്തറയ്ക്കുമ്പോൾ അവരുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി കാണും. അവരുടെ ജീവിതത്തിനകത്ത് പല നിരാശകൾ വന്നു കാണും. എങ്കിലും ഈ മൂന്ന് പേരും കരത്തോട് കരം ചേർത്ത് പിടിച്ചു പറഞ്ഞു, ആമേൻ, ഞങ്ങളത് കാര്യമാക്കുന്നില്ല, ഞങ്ങൾക്കുറപ്പുണ്ട് ഇവിടുത്തെ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ആമേൻ ചില വലിയ ദൈവപ്രവൃത്തികൾ ഞങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നവരായതുകൊണ്ട് അവരൊതുങ്ങിയില്ല. അവർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചില്ല. അവർക്കറിയാം ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ മൂന്ന് പേരും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിങ്ങനെ ഒതുങ്ങുക. പല കുറ്റപ്പെടുത്തലുകളും നമ്മളൊക്കെ കേട്ടിട്ട് പലപ്പോഴും പലരും ഒതുങ്ങിയവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഒതുങ്ങാനല്ല. ആമേൻ. ഈ കുറ്റപ്പെടുത്തൽ കേട്ട് വീട്ടിൽ ചെന്നിരുന്ന് കരയുന്നവരുണ്ട്. ആമേൻ. മുറിക്കകത്ത് നിന്ന് ആരും കാണാതെ കരയുന്നവരുണ്ട്. ആരുമില്ലാത്ത സ്ഥലത്ത് ചെന്നിരുന്ന് ഏങ്ങി ഏങ്ങി കരയുന്നവർ കണ്ടേക്കാം. നീ ചിന്തിക്കും, ആരും കാണുന്നില്ലല്ലോ. നിന്നെ കുറ്റപ്പെടുത്തിയതും കുറ്റപ്പെടുത്തിയവരും ദൈവത്തിനറിയാം. നിനക്കെതിരെ പറഞ്ഞ വാക്കുകൾ ദൈവം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിനക്കെതിരെ ഉരുവിട്ട ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നാം നിന്നെ ആരും കണ്ടില്ലെങ്കിലും, നിന്നെ ആരും കാണുന്നില്ലെങ്കിലും, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് ആരും മനസ്സിലാക്കിയില്ലെങ്കിലും സ്വർഗം നിന്നോട് പറയുന്നു, ഇതെല്ലാം ഉയരത്തിൽ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയുന്നു, നിനക്കൊരു മറുപടി വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാ. ഇതിനുള്ള മറുപടി ദൈവം വേഗത്തിൽ തരും. Lava Shandana Regal Kamanagadagasé, Atina Rakshas Kamanagadagasé, Vaidal Kamanagadagal Legaduda Managadagasé, Eshuvindam Namatal Jaya. Amen. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചു. ഈ ദാനിയേലും ശദ്രക്കും മേശക്ക് അബേദ്നെഗോവ് മൂന്ന് ദൈവഭക്തന്മാരാ. പക്ഷെ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം പിടിയിട്ടെന്ന് അറിയുമോ? ഇവര് ഒരു പ്രസംഗം പ്രസംഗിച്ചെന്ന് ബൈബിളിൽ കൊടുത്തിട്ടില്ല.
ഒരു മെസ്സേജ് പോലും എന്ത് ചെയ്തിട്ടില്ല, ഇവർ പറഞ്ഞിട്ടില്ല. ഒരു രോഗിയെ ഇവരെന്ത് ചെയ്തിട്ടില്ല, സൗഖ്യമാക്കിയിട്ടില്ല. ഒരു ഭൂതത്തെ ഇവർ പുറത്താക്കിയെന്ന് ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്ത ഈ 3 പേരും സാധാരണക്കാരായിരുന്നു. ചിലർക്കൊരു സംശയം, നമ്മൾ വല്ലതും പ്രാർത്ഥിച്ച കർത്താവ് വരുമോ? ഇതിനകത്ത് പലരുടെ സംശയം, നമ്മൾ പ്രാർത്ഥിച്ച ദൈവം ഇറങ്ങി വരുമോ? വരുമെന്ന് തെളിയിക്കാൻ പോവുക ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഇറങ്ങി നിൽക്കാൻ പ്രസംഗകനൊന്നും വേണമെന്നില്ല. ആരേലും മതി ദൈവത്തെ വിശ്വസിക്കുന്നവർ. മനസ്സിലാകുന്നുണ്ടോ? 3 പേര് ഒരു പ്രസംഗം പ്രസംഗിച്ചെന്ന് ബൈബിളിൽ കൊടുത്തിട്ടില്ല. അവരൊരു ഭൂതശാന്തി നടത്തിയെന്ന് ബൈബിളിൽ കൊടുത്തിട്ടില്ല. ഒരത്ഭുതം ചെയ്തെന്ന് ബൈബിളിൽ കൊടുത്തിട്ടില്ല. ഈ 3 പേർക്കും ദൈവത്തെ കണ്ടു എന്ന് പറയാനൊരു സാക്ഷ്യം അവർക്കില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ജീവിക്കുന്നു, ആ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കും, ഇനി മരിച്ചാലും കുഴപ്പമില്ല, അതെൻ്റെ ദൈവത്തിന് വേണ്ടി. ഇത്രയും പറഞ്ഞ് ദൈവത്തിന് വേണ്ടി നിന്ന ഈ 3 പേരെ കുറിച്ച് ബൈബിൾ പറയുന്നു, ഒന്നും കണ്ടിട്ടല്ല, അറിഞ്ഞിട്ടല്ല, ഒന്നും അവൻ കേട്ടിട്ടുമല്ല, അവരനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന് വേണ്ടി അവർ നിൽക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി സാധാരണക്കാരാ ഈ 3 പേരെന്ന് ഞാൻ പറയും. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചത് കൊണ്ട് വ്യത്യസ്തരായെന്ന് മാത്രം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗിച്ചില്ല, ശുശ്രൂഷ ചെയ്തില്ല, ഭൂതശാന്തി ചെയ്തില്ല, പിന്നെ ഒരു മിറക്കിളും അവർ ചെയ്തെന്ന് ബൈബിളിൽ കൊടുക്കുന്നില്ല. പക്ഷെ ഇവരെക്കുറിച്ച് ബൈബിൾ പറയുന്നതാ, ഇവരെന്ത് ചെയ്തു? കുറ്റം ആരോപിക്കപ്പെട്ടു, പലരാലും കുറ്റപ്പെടുത്തി. ഈ കുറ്റവും കേട്ടിട്ട് ഇവർ പിന്നെയും ദൈവത്തെ ആരാധിച്ചു. അങ്ങനെയുള്ളവരാണല്ലോ നമ്മുടെ ചർച്ചയിൽ ഇരിക്കുന്നത്. മതി. കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടും ദൈവത്തെ ആരാധിക്കാൻ നീ റെഡിയാണെങ്കിൽ അടുത്ത സീസൺ നിന്റേതാ. അടുത്ത സീസൺ നിന്റേതാ. പരിശുദ്ധാത്മാവ് പറയുന്നു, കുറ്റപ്പെടുത്താൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ കുറ്റം കേട്ടവനോട് ദൈവം പറയുന്നു, നിന്നേക്കൊരു മാന്യത വരുത്താൻ അടുത്തൊരു സീസൺ ദൈവം തുറക്കോ. ഓ എവിടേക്കോ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നീ ഒതുങ്ങി പോകുമെന്ന് ആരൊക്കെയോ വിധി പറഞ്ഞ ചില സമയങ്ങൾ സ്വർഗം പറയുന്നു, ഇല്ല, അതിന്റെ നടുവിൽ നീ എഴുന്നേൽക്കാൻ പോവുകയാ, നീ മാനിക്കപ്പെടാൻ പോവുകയാ, നീ ഉയരാൻ പോവുകയാ. യേശുവിന്റെ നാമത്താൽ ചെയ്യ ഇന്ന് പകല മകത്ത് ഇതിനകത്ത് ചലിക്കട്ടെ. റിസീവ് ദ fire of God. Lava Shandana, Riva Shamanaga Degasi, Atina Regal Kamanaga Degasi, Andal Kamanaga Degasi, Atmavinda Sanitya, or the Tipole, E Holy Nagata Chalikata, receive the power, 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 Shababa Baba, Rakalabashe, Riba Lahatia, Riva Shamanaga Degasi, Todiga, Eva Babu Todiga, Tila Shadi Regatabel, Atmavinda T, E Pagalil, Chalikata, power, oh. Chalikata, 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 fire! Shabara Hadal Kamana, Waisha Siamdana, Rival Kamanaga Degasi, Adaga Shabanaga Degasi, Kutya Pedalagata Nadivil, Chilaka Yedeka Samayamai, Andal Kamana, Waidam Janadara Managadaga, Riva Shamanaga Degasi, Adagal Kamanaga Daga, Yesuve, in the Magata, Midinagata, Chalikata, in the Pravarti Holy Negata, Velipanata. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. 3 പേര് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നു. കുറ്റപ്പെടുത്തിയിട്ടും ദൈവത്തെ അവരെ ആരാധിച്ചു. ആരാധിച്ചുകൊണ്ട് എന്നാ പറഞ്ഞു? നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു പറഞ്ഞു, 3 പേർക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത് തീച്ചൂളയാണ്. ചില കുറ്റപ്പെടുത്തുകൾ അവസാനിച്ചു എന്ന് ചിലരൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പോയിന്റൂടെ കർത്താവ് പറയുക, തീർന്നില്ല മക്കളെ, ഒരു തീച്ചൂള കൂടുണ്ട്. ആമേൻ പറയാൻ എത്ര പേരെ കാണുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചിന്തിച്ച് അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, തീർന്നില്ല, ഒരു തീച്ചൂള കൂടെ. അതുവരെ പിടിച്ചു നിൽക്കുന്ന ശദ്രക്കുമാരോ അബേദ്നെഗോമാരോ ഉണ്ടെങ്കിൽ തമ്പുരാൻ പറയും, അതിനകത്ത് നീ മിറക്കിള് കാണും. അതിനകത്ത് എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, ആ തീച്ചൂള നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ പണിത് പുറത്തിറക്കുന്ന ഒരു സ്ഥലമാക്കി സ്വർഗം അതിന് ക്രിയേറ്റ് ചെയ്യാൻ പോവാ.
വൈഷമാന അത്യുന റഗൽ കമനഗടക അന്തൽ കമനഗടകസെ അഡബ ശാന്തന റിഗൽ കമനഗടക സൈഡ പ്രൗഡി ബിരിഗടകസെ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. കർത്താവരോട് പറഞ്ഞു, കർത്താവ് ഇവർക്ക് അനുവദിച്ചത് ഇത്രയും കുറ്റം കേട്ടിട്ടും പിന്നെയും ദൈവത്തെ ആരാധിച്ച 3 പേർക്കും അനുവദിച്ചത് തീച്ചൂളയാണ്. ഒരു തീച്ചൂള വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്നൊരു ദൈവമുണ്ട്, ഞങ്ങളെ രക്ഷിച്ചാലും ശരി രക്ഷിച്ചില്ലെങ്കിലും ശരി ഈ ദൈവത്തെ വിട്ട ഞങ്ങൾ പിന്മാറുകയില്ല. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. രക്ഷപ്പെട്ടാലും ശരി രക്ഷപ്പെട്ടില്ലേലും ശരി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവം. ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഇവരിങ്ങനെ മുറുകെ പിടിച്ചു. ഇനി സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഇവർ പ്രസംഗികരല്ല, ഇവർ ശുശ്രൂഷകന്മാരല്ല, ഇവർ പ്രോഫറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നുമല്ല. ഇവരെക്കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവർ സാധാരണക്കാര്, നമ്മളെപ്പോലെ സാധാരണക്കാരാ. പക്ഷെ ഇവർ പലരുടെ സംശയമാണ്, നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ കർത്താവ് വരുമോന്ന്. നീ നിന്നോക്ക്, ദൈവം ഇറങ്ങി വരും. നിൽക്കാൻ പറ്റാത്തോണ്ടാ തമ്പുരാൻ ഇറങ്ങാത്ത. ഈ 3 പേരും വെറുതെ തീച്ചൂളയിലേക്ക് പോകാൻ തയ്യാറായി. ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ ചിന്തിച്ച്, കർത്താവേ ഇവരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിച്ചുകൂടായിരുന്നു. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏലിയാവിനെ ദൈവം എടുത്തത് എങ്ങനെയാ? ദൈവം ഇറങ്ങി ചെന്നപ്പോൾ അതോളം ഇരുത്തോണ്ട് പോയതെന്നല്ല, ഒരൊറ്റ ചുഴലിക്കാറ്റടിപ്പിച്ചു, നിന്ന ഏലിയാവിനെ പൊക്കി എടുത്തോണ്ട് പോയി. ഇത്രയും ചെയ്യാൻ അറിയാവുന്ന ദൈവത്തിന്, ദൈവമേ ഈ 3 പേരെയും ഇതുപോലൊരു കാറ്റടിപ്പിച്ച് നീ നെബൂഖദ്നേസർ രാജാവിന് കൊടുക്കാതെ എടുത്താൽ പോരായിരുന്നോ? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, പറ്റത്തില്ല റജി പാസ്റ്ററെ, നെബൂഖദ്നേസർ രാജാവ് കാണണം ഞാൻ ആരാന്ന്. ഓ, ചില തീച്ചൂളം നിനക്ക് അനുവദിക്കുന്നത് എന്തിനെന്നറിയാമോ? നീ വിളിച്ച ദൈവം ആരാണെന്ന്, നീ സേവിച്ച ദൈവം ആരാണെന്ന് നിന്റെ കുടുംബത്തിലൂടെ തന്നെ അവർക്ക് തെളിയിക്കാൻ ദൈവം പദ്ധതിയിടുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ മകത്വം ദൈവത്തിന് കൊടുത്ത അതിനായി തീച്ചൂള, അതിനായി തീച്ചൂള. ദൈവം ആരെന്ന് ചിലർ അറിയും. ഓ ഓ Take it the glory. La bashakeria. Rival പ്രൗഢമനഘടക അടകക്ഷമനഘടകസി. യേശുവിന്റെ നാമം ജയ, യേശുവിന്റെ നാമം ജയ. Holy Holy Spirit. റബല ശമനഘടകസി. കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് ചുഴലിക്കാറ്റില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ദൂതന്മാരില്ലാഞ്ഞിട്ടല്ല, ആ തീ അവർ കത്തിക്കുമ്പോ ഒരു പെരുമഴ പെയ്യിക്കാൻ ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല. ഒരു മഴ പെയ്യിച്ചെങ്കിൽ മതിയായിരുന്നല്ലോ ആ തീയുടെ ബലം കെട്ടുപോകാൻ. തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഈ സമയത്ത് മഴ പെയ്യിക്കത്തുമില്ല. പിന്നെന്തിനാന്നറിയാമോ? ഈ തീച്ചൂള അവർ കാണണം. അവര് കൊടുക്കാവുന്ന ശിക്ഷയുടെ എക്സ്ട്രീം ലെവലായി തീച്ചൂള. ഇതിൻ്റെ അകത്ത് അവർക്ക് സമയം കുറിച്ചവർ, അവർക്ക് വിധി പറഞ്ഞവർ, അവരെ കുറ്റം പറഞ്ഞവർ, അവർക്ക് എതിരെ സംസാരിച്ചവർ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. അവരുടെ ദൈവം ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഓ, എവിടേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽ ടച്ച് ചെയ്യുന്നു. ചില വ്യക്തികളോട് പറയുന്നു, നിന്റെ സാധാരണക്കാരനായ നിന്റെ വീട്ടിനകത്ത് 4ാമനായി എന്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാ. യെസ്, വിശ്വസിക്കുന്നവർ ഇന്ന് പകല് ആ ദൂതനെ പിടിക്കുക. നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങുന്നു. ഓ, La bashakeni, liba bashakeni, riba shatenia, riba kamanagadaga, riba shamanagadaga. അഭിഷേക ഒരു അഗ്നി പോലെ, ഒരു തീ പോലെ ചില ശരീരങ്ങളിൽ പകരുക. ഓ ഓ ഓ, receive the power. നിറയുക നിറയുക നിറയുക. ചില വ്യക്തികളുടെ മേൽ അന്തസ
നിറയട്ടെ. ആത്മസാന്നിധ്യം ഇന്ന് ഇതിനകത്ത് പകരട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ മഹത്വത്തിന്റെ സാന്നിധ്യം ചില ശരീരങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത്യുന റഗൽ കമനകടകസേ വൈശസ് പ്രൗഢിമിനി കടക അടവക്ഷമനകടകസേ യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ. കർത്താവ് പറയുക, ആമേൻ. ഈ തീച്ചൂള ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ തീച്ചൂള എങ്ങനെങ്കിലും അണച്ചൂടെ? ചില തീച്ചൂളകൾ നിനക്ക് വച്ചിരിക്കുന്നത് നീ തിരിഞ്ഞോടത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ഇത് കണ്ടിട്ട് പിന്മാറത്തില്ലെന്നറിയാം. ആരാധിക്കുന്നവൻ എന്തേ തീച്ചൂള? പുറകോട്ട് പോകാനല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനകത്ത് ചില ദൈവപ്രവൃത്തികൾ ദേശം കാൺക വെളിപ്പെടുത്താൻ ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. വിശ്വസിക്കുന്നവരുടെ സ്വർഗം പറയുന്നു, നിന്റെ മുടിക്കാനല്ല, തകർക്കാനല്ല, ദൈവമാരെന്ന് വെളിപ്പെടുത്തുവാൻ. ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറയാ, ആമേൻ. ഈ തീച്ചുളക്കകത്ത് ഇടാതെ വേണമെങ്കിൽ ദൈവത്തിന് രക്ഷിക്കാം. പക്ഷെ പ്രാർത്ഥിച്ചവനോട് തമ്പുരാൻ പറഞ്ഞു, നീ അതുവരെ ഇറങ്ങി വാ. ഇനി അതവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഈവൻ തീച്ചൂളിലേക്ക് വീഴുന്നത് കാണാൻ ഒന്നും രണ്ടും പേരല്ല, ആയിരങ്ങൾ കാത്തിരിക്കുക. പ്രാർത്ഥിക്കുന്ന നിന്റെ പതനം കാണാനാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. പ്രാർത്ഥിക്കാത്തവൻ വീണാൽ ആരും ശ്രദ്ധിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ വീഴ്ച കാണാൻ നൂറുകണക്കിന് കുടുംബങ്ങൾ കാത്തിരിക്കുക. ആമേൻ. എന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നീതിമാൻ വീണാലും പിന്നെയും അവൻ എഴുന്നേൽക്കും. അവരുടെ ദൈവാത്മ പറയുന്നു, വീഴത്തില്ല. നീ വീണെന്ന് തോന്നിയാൽ അടുത്തെഴുന്നേൽക്കാൻ പോവുകയാ. Glory to Jesus. Amen. ഇനി ഇവരുടെ വീഴ്ച കാണാനിരിക്കുന്നത് സാധാരണക്കാരല്ല. ഒന്ന് അവിടുത്തെ രാജാവാണ്, രണ്ട് അവിടുത്തെ മന്ത്രി, മൂന്ന് സഹമന്ത്രിമാർ, നാല് പ്രഭുക്കന്മാർ, പിന്നെ അവിടുത്തെ പ്രധാന ദേശാധിപന്മാരെല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ എൻഡ് കാണാൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ആ ദേശത്തുണ്ട്. പക്ഷെ നിന്റെ ഉറപ്പെന്നതാ? തീച്ചുളയാണേലും കുഴപ്പമില്ല, ജീവിതം ഇവിടെ നിന്നുപോയാലും കുഴപ്പമില്ല, എനിക്കെൻ്റെ ദൈവം മതി, എനിക്കെൻ്റെ യേശു മതി. ഈ ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ വാ. നിന്നെ വേട്ടയാടുന്ന ചില പൈശാചിക ശക്തികൾ നിന്നെ വിട്ട് ഓടാൻ പോവുക. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എനിക്കെൻ്റെ ദൈവം മതിയെന്ന് നിന്റെ ഹൃദയത്തിൽ നീ ഉറപ്പിച്ച് പറ. നിനക്കെതിരെ നിൽക്കുന്ന പാരമ്പര്യ ശക്തികൾ നിന്നെ വിട്ട് ഓടും. ഓ യെസ് 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 യെസ്. ലാബാശകേനി റീബ ശമനകടകസേ വൈഡൽ പ്രൗഢമനകടകസേ അത്യുന റഗൽകമനകടകസേ. മഹത്വം ചലിക്കട്ടെ. Glory to Jesus. Hallelujah. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ അവസാനം ഇവരുടെ കൈയും കാലും കെട്ടി തീച്ചുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവർ ചെന്ന് വീണപ്പോൾ ഒരാൾ ചാടി എഴിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് നെബൂഖദ്നേസർ എന്നാണ്. ഇവരെന്ന് തീക്കകത്ത് വീണതേയുള്ളൂ. പുള്ളി ഇരിപ്പിടം വിട്ട് ചാടി എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല. വേറെ അസുഖമൊന്നുമില്ല, ഒരു വെപ്രാളം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും സമയം അവിടെ ഇരുന്ന് പലതുമൊക്കെ വിധിച്ചതാ. 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിയുമ്പോൾ തീ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും.
ഇവർ വീണ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പിന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. അകത്തൊരു വെപ്രാളം. എന്നാ വെപ്രാളം? പുള്ളിക്കൊരു സംശയം. ഇട്ടത് 3 അല്ലേ, പക്ഷെ അകത്ത് 4 ഉണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ മുറി മാത്രം ഇറങ്ങുന്ന ദൈവം അല്ല എൻ്റെ ദൈവം. ശത്രുക്കളുടെ നടുവിൽ നിന്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് തെളിയിക്കാൻ, ആ മുഖത്തെ അതുപോലെ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ശക്തൻ. ഓ യെസ് 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 യെസ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് മഹത്വത്തിന്റെ കരം ഇതിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക? അവൻ പ്രാർത്ഥനാ മുറിയിൽ മാത്രം ഇറങ്ങി വന്ന് കണ്ടച്ചു പോകുന്നവനല്ല. നിന്റെ കൈക്കു പിടിച്ച്, നിന്റെ കൈക്കു പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ച് ഇതെന്റെ മോനാന്ന് പറഞ്ഞ് ദേശത്തിന്റെ നടുവിൽ കാണിപ്പാൻ എന്റെ ദൈവം ശക്തൻ. കർത്താവ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ദൈവം നോക്കിയപ്പോൾ കണ്ട കാഴ്ചടാ, എനിക്ക് വേണ്ടി ജീവിക്കാനും എനിക്ക് വേണ്ടി മരിക്കാനും നിന്ന 3 പേര് തീക്കകത്ത് പോയി. നെബൂഖദ്നേസർ രാജാവ് കാണാൻ നിൽക്കുന്നത് അവൻ എങ്ങനെ മരിക്കുമെന്ന് കാണാൻ നിൽക്കുക. അവർ തീ കത്തുമ്പോൾ അവിടെ കൂടെ ഓടുന്നുണ്ടോ, അതോ കിടന്ന് കരയുവാണോ, അതോ വീഴുന്ന ഉടനെ അവർ നശിക്കുവാണോ, മൊത്തം ചാരമായോ? ഇതൊക്കെയാണ് ചിലരെ കാണാൻ നിൽക്കുന്നത്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇരിപ്പിടത്തിൽ നിന്ന് ചാടി കഴിക്കാൻ കാര്യം 3 പേരെ ഇട്ടെടുത്തപ്പോൾ 4 പേരുണ്ട്. നിന്റെ ലാസ്റ്റ് കാണാൻ നിൽക്കുന്നവൻ അത്ഭുതപ്പെടാൻ പോവുക. ക്ലൈമാക്സ് അവൻ്റെ കയ്യിലല്ല, ക്ലൈമാക്സ് നിന്റെ കയ്യിലേക്ക് വരും. ഓ, എത്ര പേർ വിശ്വസിക്കുന്നു? ക്ലൈമാക്സ് അവൻ ചിന്തിക്കുന്ന പോലല്ല, ക്ലൈമാക്സ് നിന്റെ ദൈവം പറയും. അവസാനം നീ മാത്രമേ കാണത്തുള്ളൂ എന്ന് പലരും കുറ്റപ്പെടുത്തിയില്ലേ? ആ കുറ്റപ്പെടുത്തിയവർ കാണാൻ പോകുന്നത് നീ മാത്രമല്ല, നീ സേവിക്കുന്ന ദൈവം ഓ നിന്റെ കൂടെയുണ്ടെന്ന് ദേശം സാക്ഷ്യപ്പെടുത്താൻ പോവുക. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ലാബ്ര ശാന്തന റഗൽ ഖബന ഗഡഗസി. ഹല്ലേലൂയ. ടൈമില്ലാതായി പോയി. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ലാസ്റ്റ് ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. പ്രഭാതത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടിയില്ല. ഹല്ലേലൂയ. പ്രസംഗം കൊണ്ട് കയറിയതാ, പക്ഷെ പ്രസംഗിക്കാൻ പറ്റിയില്ല. ഇവിടെ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ക്ലോസ് ചെയ്യുക. ഈ പഴയ നിയമത്തിനകത്തൊരു ഭാഗമുണ്ട്. ശലോമോൻ പണിത ദൈവാലയം. പുരോഹിതന്മാർ ക്യൂ ആട്ട് ഏബോധമൊക്കെ ധരിച്ച് നിൽക്കുക ശുശ്രൂഷയ്ക്ക് വേണ്ടി. ജനം പറയുക കയറ് 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 കയറ്. ഇവർ പറയുക കയറാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. മണി 10 ആയില്ലേ, പിന്നെ എന്നെ കയറാത്ത? അവർ പറയും ഞങ്ങൾ കയറുന്നതിന് മുമ്പ് അവിടെ സാന്നിധ്യം കയറി നിൽക്കുക. ബൈബിൾ പറയുന്ന വാക്ക്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല. മഹത്വത്തിൻ്റെ മേഘം താഴോട്ട് ഇറങ്ങി വന്നാൽ ഞാൻ പറയും ഇവിടുത്തെ ചില ചട്ടങ്ങൾ മാറും, ഇവിടുത്തെ ചില ടൈമിങ്ങുകൾ മാറും, ഇവിടുത്തെ ചില അനുഭവങ്ങൾ മാറും. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ലേ അനുഭവിച്ച്, പഴയ നിയമത്തിനകത്ത് ഈ ശുശ്രൂഷയുടെ തലങ്ങൾ വെളിപ്പെട്ടു. പ്രഭാതത്തിൽ അതുപോലായിരുന്നു. എനിക്കിങ്ങോട്ട് ഒന്നും പ്രസംഗിക്കാൻ പറ്റിയിട്ടില്ല, സമയമില്ലാത്തോണ്ട് പോട്ടെ. ഈ 3 പേര് സാധാരണക്കാരല്ല, അതിൽ ഞാൻ പറഞ്ഞു സാധാരണക്കാർ. അയ്യോ, അവർ പ്രസംഗിക്കാൻ അറിയത്തില്ല, അവർ പ്രസംഗിച്ചില്ല, രോഗിയെ സൗഖ്യമാക്കിയില്ല, ഭൂതം പുറത്താക്കിയില്ല, ഒരു അത്ഭുതവും ചെയ്തില്ല. പക്ഷെ തീച്ചൂളക്കകത്ത് ഇറങ്ങി നിൽക്കുക. രാജാവിനൊരു സംശയം, ഈ 4മത്തവൻ ആരാടാ? മന്ത്രി ഒന്നുകൂടെ നോക്കി വെച്ച് പറഞ്ഞു, ഇത് നമ്മുടെ ചാക്കോച്ചനല്ലേ? അല്ല. നിങ്ങളുടെ നാട്ടുകാരിൽ ഒരുത്തൻ്റെ മുഖത്തിൻ്റെ ശോഭയും അവനല്ല. ഒന്നുകൂടെ പറയാം, ഇത് നമ്മുടെ ആളല്ല. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. സാധാരണ പ്രാർത്ഥിക്കുന്ന നീ കുറ്റം കേട്ടോ? നിന്നെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയോ? ഈ കുറ്റപ്പെടുത്തിയവരുടെ ഒക്കെ നീ പ്രതികരിക്കുന്നു ചെയ്യരുത്. നീ പ്രതികരിക്കണ്ട. അവരെ കണ്ടു മനസ്സിലാക്കാൻ പോണ്ട. ചിലരെ കണ്ടു മനസ്സിലാക്കാൻ പോവുക. നീ പറഞ്ഞു മനസ്സിലാക്കണ്ട,
നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുഖ തേജസ് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നത് ചില കൽദയർ കാണും. ശക്തമായി പറയുന്നു, ഏതൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി ആ തേജസ്സുള്ള മുഖം ഇറങ്ങി വരാൻ പോവുകയാ, ഇറങ്ങി വരാൻ പോവുകയാ. Come on, the glory of Jesus ഇറങ്ങി വരാൻ പോവുക. ആ മഹത്വത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങും, നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ ഇറങ്ങും. നിന്റെ കൈക്കു പിടിച്ചവൻ നിൽക്കും. മന്ത്രിമാരും പ്രഭുക്കന്മാരും പ്രധാന ദേശാധിപതിമാരും നോക്കിച്ചു പറഞ്ഞു, ഒന്നാമത്തവൻ ശദ്രക്ക, രണ്ടാമത്തവൻ മേശക്ക, മൂന്നാമത്തവൻ അബേദ്നെഗോ, പക്ഷെ നാലാമത്തവനെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. സകല ഗ്രാമത്തലവന്മാരെ വന്നു നോക്കി, അവനെ ഞങ്ങൾക്കറിയില്ല. അവസാനം നെബൂഖദ്നേസർ രാജാവിന് ചെറിയൊരു റെവലേഷൻ കിട്ടി. പുള്ളി വിളിച്ചു പറഞ്ഞ വാക്ക്, നാലാമത്തവന്റെ മുഖം നാട്ടുകാരെ പോലെയല്ല, അവന്റെ മുഖം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറാം, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവപുത്രൻ ഇറങ്ങി വരും. വിശ്വസിക്കാൻ ആളുണ്ടോ? ഇന്ന് പകലിൽ ഈ ദൂത് നിന്റെ മേൽ ഇടുകയാ. നിന്റെ ദേശത്ത് ചില തീച്ചൂളയുടെ നടുവിൽ നീ പ്രാർത്ഥിച്ച തൊടുന്നു 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 തീ 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 പിടിച്ചോ 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 അഭിഷേകം ഒരു അഗ്നി പോലെ ചില ശരീരങ്ങളുടെ മേൽ പടരുകയാ പടരുകയാ. പിടിച്ചൊതുക്കാൻ കഴിയാത്ത ദൈവശക്തി ചില ശരീരങ്ങളുടെ മേൽ പകരുന്നു പകരുന്നു. അഭിഷേകം അഗ്നി പോലെ, അഭിഷേകം അഗ്നി പോലെ നെബൂഖദ്നേസർ രാജാവിന്റെ തീക്ക് കെടുത്താൻ കഴിയാത്ത ഒരു അഭിഷേകം. ദൈവം ഇടുക, ദൈവം ഇടുക, ദൈവം ഇടുക, ദൈവം ഇടുക. ദൈവം ഇടുക. നിന്ദിക്കപ്പെട്ടെടുത്ത മാനിക്കപ്പെടേണ്ട സീസൺ, എവിടെ ഒതുക്കപ്പെട്ടെടുത്ത ഉയർത്തപ്പെടേണ്ട സീസൺ. ശക്തമായി സ്വർഗം ഇന്ന് പകൽ പറയുന്നു, 2025 ഒതുങ്ങേണ്ടതല്ല, ഒതുക്കപ്പെടാനല്ല, ദൈവം നിന്നെ മാനിക്കാൻ. ഈ ദിവസങ്ങളിൽ ഒരു മഹത്വം നിന്റെ മേൽ വെളിപ്പെടും, ഒരു സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടും. ആത്മാവ് അതിശക്തമായി പറയുന്നു, അവൻ ലജ്ജിച്ച് തല താഴ്ത്തിയെടുത്ത ദൈവം നിന്റെ തലയെ ഉയർത്തും. തൊടുക തൊടുക, അഭിഷേകം തൊടുക. Take it the glory. La ba 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 she. തൊടുക തൊടുക തൊടുക, അഭിഷേകം തൊടുക. ഇന്ന് ആത്മസാന്നിധ്യം ചില ശരീരങ്ങളിൽ നിറയപ്പെടട്ടെ. നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. Receive that. തൊടുക തൊടുക സിസ്റ്ററെ, നിന്റെ കുടുംബത്തിന് അത്ഭുതങ്ങൾ നടക്കാനുണ്ട്, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാനുണ്ട്. നിന്ദിച്ചും പരിഹസിച്ചും ഇട്ടെടുത്ത നാലാമനായി ദൈവപുത്രൻ നിന്റെ വീട്ടിൽ ഇറങ്ങുക. ദൈവം ഇറങ്ങുക. എവിടേക്കോ ദൈവം തൊടുന്നു. ഇതിനകത്ത് അസാധാരണമായ മഹത്വം. ഇന്ന് പകലിൽ ആത്മാവ് ദാസിയെ തൊടുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ചില ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. തൊടുക 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 തൊടുക.
തൊടുക തൊടുക, മഹത്വം തൊടുക. ആ അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ നിന്നിച്ചൊതുക്കിയെടുത്ത നിനക്കൊരു മാന്യത വരും സിസ്റ്റർ. ഇനി സാത്താന് വിട്ടുകൊടുക്കത്തില്ല നിന്നെ, ഇനി പിശാചിനെ ഏൽപ്പിക്കത്തില്ല നിന്നെ. ഇത് നിന്റെ സീസൺ. The holy fire. ഇത് നിനക്ക് വേണ്ടി തുറക്കുന്ന സീസൺ, നിനക്ക് വേണ്ടി തുറക്കുന്ന സീസൺ ബ്രദർ. ഈ വചനം നിനക്ക് വേണ്ടി ഇട്ടു തരിക. നീ ഒതുക്കപ്പെട്ടു, നീ തകർക്കപ്പെട്ടു. ജീവന് വേണ്ടി കൊതിച്ച പല ശക്തികളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിടാൻ ദൈവത്തിന് ഇഷ്ടമില്ല. എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവുക, നിന്നെ മാനിക്കാൻ പോവുകയാ, നിന്നെ മാനിക്കാൻ പോവുകയാ. ആ മഹത്വം നിന്നെ തൊടും. തൊടുക 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 സിസ്റ്ററെ, തൊടുക തൊടുക തൊടുക. നിന്റെ വീട്ടിനകത്തും ദൈവപുത്രന്റെ മുഖം വെളിപ്പെടാൻ പോവുകയാ. ഓ യെസ് 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 യെസ്, ടേക്ക് ഇറ്റ്. ഓ ഓ ഓ, മഹത്വം ഇറങ്ങുക സിസ്റ്ററെ, മഹത്വം. നീ എവിടൊക്കെ നിന്ദിക്കപ്പെട്ടോ ഒതുക്കപ്പെട്ടോ, ഓ take it, the glory of Jesus. lam shete. എല്ലാവർക്കും എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലബ ശിഖേറി അംധന അത്യുന രക്ഷസ്കമന ഘടക ഷൈഡ പ്രൗഢി ബിരി ഘടക അടകൽ കമന ഘടക ശന്തൽ പ്രൗഢി മിനി ഘടക രക്ഷസ്കമന ഘടകസി അടമ റിയാംധന റീവ ക്ഷമന ഘടകസി. തീച്ചുള്ളതിൻ്റെ ലാസ്റ്റ് ടൈം അല്ല, നിന്റെ അടുത്ത ശുശ്രൂഷയുടെ തുടക്കമാണ്. ആത്മാവിൽ നിനക്കത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക. ചിലർ അവസാനിക്കും എന്ന് പറഞ്ഞ് ടൈം കുറിച്ച സ്ഥലം ദൈവപുത്രനോട് ചേർന്ന് നിന്ന് ഒരു രാജ്യത്തിന്റെ ഗതി തിരിക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കുന്ന സമയമായത്. ഒരു സാധാരണക്കാരന് ഒരു രാജ്യത്തെ ഗതി തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയുള്ള ഒരു ദൈവപൈതലാണ് നീയെങ്കിൽ നിന്റെ കൂടെ ദൈവപുത്രൻ ഇറങ്ങിയാൽ രാജാവും മന്ത്രിമാരും അടക്കം പറയും, നിന്റെ ദൈവം ജീവനുള്ള ദൈവം. തൊടുക, ഇതിനകത്ത് ആത്മസാന്നിധ്യം നിറയപ്പെടുന്നു. ഏതൊക്കെയോ തീച്ചൂളകൾ നിന്റെ ഹൃദയത്തിന് വേദന പകരുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, യാസ്, നിനക്ക് ബലം തരുന്ന ഒരു ദൈവത്തിന്റെ അഗ്നി ഇന്ന് പകലിൽ സ്വർഗം നിന്റെ മേൽ കൈമാറുന്നു, കൈമാറുന്നു, കൈമാറുന്നു. വിശ്വസിക്കുന്നവൻ എവിടേക്ക് ദൈവം തൊടുക, ശരീരങ്ങളുടെ മേൽ മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അഭിഷേകം ജനത്തിന്റെ മേൽ പകരട്ടെ, പകരട്ടെ, പകരട്ടെ. പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല, പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. നിന്റെ മേൽ പകരുന്ന ദൈവശക്തി ആർക്കും ഒതുക്കാൻ കഴിയാത്തത്, തീച്ചൂളയ്ക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തത്, ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരാത്മശക്തിയുടെ ചില ചലനങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ സ്വർഗം വെളിപ്പെടുത്താൻ പോവുക, വെളിപ്പെടുത്താൻ പോവുക, വെളിപ്പെടുത്താൻ പോവുക, വെളിപ്പെടുത്താൻ പോവുക. ഓ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ചില ശരീരങ്ങളിലും നിറയട്ടെ, ചില വ്യക്തികളിലും മഹത്വം നിറയട്ടെ. അടകമന വൈശ്യസ് പ്രൗഢിബിരികടകസി അടൽക്കമനകടകസി. രാജാവ് നിർത്തിയ ബിംബം, മന്ത്രിമാർ സപ്പോർട്ട് ചെയ്ത വിഗ്രഹം. പക്ഷേ 3 ചെറുപ്പക്കാർ ദേശത്തിന്റെ വിധിയെ തിരിച്ചു.
വാവ്, ശക്തിയുടെ ദൈവാത്മാവ് എന്ന് പറയുന്നു, പലരും കുറ്റം വിധിച്ചതാ നിന്നെ, പലരും കുറ്റപ്പെടുത്തിയതാ നിന്നെ. പക്ഷെ ഈ ദൂത് നിന്നോടാ പറയുന്നത്, ആ കുറ്റപ്പെടുത്തിയ ദേശത്തെ നീ തിരിക്കാൻ പോവാ. കുറ്റം പറഞ്ഞ നാവിന് നീ തിരിക്കാൻ പോവാ. നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ ദൈവപുത്രൻ നിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ചില ദേശങ്ങൾ തിരിയാം. ഓ ഓ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുക, സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുക, സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുക. ചിലരാളത്വമായി കാണും, ദൂതനല്ല ദൈവപുത്രൻ ഇറങ്ങുന്നത്. ഓ ഉണ്ടോ ഇതിനകത്ത്? ശക്തമായി ദൈവാത്മാ പറയുന്നു, ചിലരാളത്വമായി കാണും, ദൂതനല്ല, ദൂതൻ ഇറങ്ങുന്നതല്ല, സ്വർഗത്തിന്റെ പുത്രൻ. ഓ ഓ ഓ പിടിച്ചോ, തൊടുക തൊടുക തൊടുക, അഭിഷേക തീ പോലെ ശക്തിയേറിയ അനോയിന്റിങ്. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, വെള്ളോട്ട് സ്വന്തമായ കാലുള്ളവൻ, ഹിമത്തെക്കാൾ വെളുത്ത തലമുടിയുള്ളവൻ, സൂര്യനേക്കാൾ ശോഭയുള്ള മുഖമുള്ളവൻ, നിനക്ക് വേണ്ടി